ഇപ്പോൾ ഞാൻ ക്രിസ്തുവിലാണ്, എന്റെ ഉള്ളിൽ ക്രിസ്തുവിനെ വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ക്രിസ്തീയ പെരുമാറ്റം രൂപം കൊള്ളുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പിതാവിനെ പരിചയപ്പെടുത്തുക. ഈ യേശുവിന്റെ അടുക്കൽ നിങ്ങൾ വരികയാണെങ്കിൽ ആ കർത്താവിനോട് നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും എല്ലാ പാപങ്ങളും എല്ലാം പറഞ്ഞാൽ നിങ്ങളെ അടിക്കാത്ത, ഉപദ്രവിക്കാത്ത, നിങ്ങളെ ഏത് കടും ചുവപ്പ് നിറമുള്ള പാപത്തെയും കഴുകുന്ന ഒരു നല്ല ദൈവം. ഈ ഡോറിൽ അവിടെ വന്നാൽ ഇവിടെ ആരുടെ കൊമ്പുള്ള ഇതിനകത്ത് കേരളത്തിലെ അനുഗ്രഹം നീ കേരളത്തിലെ എന്നാണ് പറയുകയാണ്. ഇവിടെ നിന്ന് ആശിക്കാതെ ദൈവം പറയുകയാണ്, നീ ഇതിനകത്ത് കേരളത്തിലെ പാണ്ടിപ്പോഴും ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ്, കേരള നീ മുണ്ടിപ്പോവും. ഈ ക്യാമ്പ് നടത്തുന്നതിന്റെ പിന്നിൽ ലക്ഷ്യമതാണ്. നിങ്ങൾ ഏത് രൂപമാകട്ടെ, ഏത് ഭാവമാകട്ടെ, ഏത് കളറാകട്ടെ, ഏത് നിറമാകട്ടെ, ഏത് പ്രായമാകട്ടെ, ഇതൊന്നും ദൈവത്തിന്റെ വിഷയമല്ല. പക്ഷെ ദൈവത്തിന്റെ ആത്യന്തികമായ ആഗ്രഹം എന്നുള്ളത് നിങ്ങളുടെ സ്വഭാവം ദൈവത്തിന് അനുരൂപമായ സ്വഭാവമായി തീരണം. ആത്മാവിന്റെ ഫലം എന്ന് പറയാൻ കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉളവാകുന്ന സ്വഭാവ വിശേഷങ്ങളാണ്. ഈ എല്ലാ സ്വഭാവങ്ങളും, ഈ 9 സ്വഭാവങ്ങൾ ആരുണ്ടായിരിക്കണം? ഒരു വ്യക്തി. യേശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളോട് ഇനി ആരെങ്കിലും ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം വേണം. യേശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അല്ലെങ്കിൽ ആ ഒരു വിഷയമാണ് യേശു പ്രസംഗിച്ചത്, അത് ദൈവരാജ്യം എന്നുള്ളതാണ്. ഞാൻ ഈ ടെസ്റ്റുകൾ എഴുതാൻ പോകുമ്പോഴെല്ലാം എൻ്റെ കഴിവനുസരിച്ച് ഞാനൊരു ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാണ്. ഈ IQ അന്വേഷിച്ചുള്ളവരെ അന്വേഷിച്ച് ദൈവം പോയില്ല. ഉന്നത കുടുംബങ്ങളെ അന്വേഷിച്ച് ദൈവം പോയില്ല. നമ്മളെ അന്വേഷിച്ച് ദൈവം വന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ പരിശുദ്ധാത്മാവിനാണ് ദൈവം നിറച്ചത് എന്തുകൊണ്ടാണ്? നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് ഒരു ഉയർച്ച പ്രാപിക്കാൻ കഴിയില്ല എന്ന് ദൈവത്തിന് നന്നായി അറിയാം. വയലിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കാനുള്ളത് ഇങ്ങനെ കിടന്ന വയലിലാവും. അപ്പൊ വയലിലാവണമെങ്കിൽ ഇപ്പൊ നിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? പൈലറ്റ്, നീ ഫ്ലൈറ്റിൽ കയറുന്നു, നീ ആ തൊപ്പി വെച്ചിരിക്കുന്നു, നീ ആ വെള്ള ഷർട്ട് ഇതെല്ലാം ഇട്ടിരിക്കുന്നു, നീ ഇങ്ങനെ അതിൻ്റെ പെട്ടി തൂക്കി ഫ്ലൈറ്റിൽ കയറുന്നു, ഫ്ലൈറ്റിനകത്ത് മുമ്പിൽ ചെന്നിരിക്കുന്നു, ഫ്ലൈറ്റ് പറപ്പിക്കുന്നു. പേരെന്താണ്? വിഷ്ണു. വിഷ്ണുവിന്റെ വീട് എവിടെയാണ്? വയനാട്. എന്താണ് രാവിലെ കഴിച്ചത്? വട്ടയപ്പം. വിഷ്ണുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെല്ലാവരും ഉണ്ട്. വിഷ്ണു രാവിലെ കുളിച്ചായിരുന്നോ? വീട്ടിൽ നിന്ന് കുളിച്ചു. വിഷ്ണു എങ്ങനെയാണ് സ്കൂളിൽ പോവാറ്? ഓക്കെ. സ്കൂളിന്റെ പേരെന്താണ്? ഹായ് അലക്ഷൻ. ഹംസത്തിന്റെ ഹാ. ഓക്കെ. പേരെന്താണ്? ഹാപ്പി. ഹാപ്പിയുടെ വീട് എവിടെയാണ്? ഹാപ്പി സ്കൂളിൽ പഠിക്കുന്നത്.
എത്രാമത്തെ പ്രാവശ്യം പങ്കെടുക്കുന്നേ? കുറേ പ്രാവശ്യം പങ്കെടുത്തു. കൊച്ചുകുട്ടിയായിരുന്നപ്പോഴാണ് പങ്കെടുത്തത്. ഈ ക്യാമ്പ് ആയപ്പോ കൊള്ളായിരുന്നു. കുറേ ഗെയിംസ് ആൻഡ് സ്റ്റോറീസ്. എൻജോയ് ചെയ്തോ? ഓക്കെ. യൂത്ത് ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തു. പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? കൊള്ളായിരുന്നു. ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു യൂത്ത് ക്യാമ്പ്? സൂപ്പർ ആയിരുന്നു. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട്? ക്ലാസ്സസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട. ടർഫിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. അടിപൊളി. എൻജോയ് ചെയ്തു. ഓക്കെ. യൂത്ത് ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളി. ഇഷ്ടപ്പെട്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ഏതാ? ഫാദേഴ്സ് ഹാർട്ട്. ഇഷ്ടമായി. ബ്ലെസ്സിംഗ് ആയിരുന്നോ? ടർഫിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി.